ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ട് എന്തിനോ ദേഷ്യം പിടിച്ചതാണ്. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിലെ ചോറ് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. അത് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചിന്നമ്മയുടെ വീട്ടിലെ ചോറ് കളയണം. ചിന്നമ്മ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ അമ്മയാണ്. അപ്പൊ എനിക്ക് വെറുതെ നല്ല വാശിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ വീട്ടിലെ ചോറിരിക്കുന്നു, അതൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞങ്ങ് തുടങ്ങാന്ന് വിചാരിച്ചു. അതാരും ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യില്ലാത്തത് കൊണ്ട് നമുക്കങ്ങ് വാശി പിടിച്ച് കരയാലോ എന്ന് വിചാരിച്ച് ചോറെടുത്ത് കളയണമെന്ന് പറഞ്ഞോണ്ടങ്ങ് തുടങ്ങി. അപ്പൊ അമ്മ അതെടുത്ത് കളഞ്ഞു. പിന്നെ ഞാൻ വിട്ടുപോയില്ലേ. അപ്പൊ ഞാൻ പുതിയ റൗണ്ട് തുടങ്ങി. അപ്പുറത്തെ വീട്ടിലെ ചോറ് എടുത്ത് കളയണല്ലേ ചേച്ചി, ചേച്ചി നിങ്ങളുടെ വീട്ടിലെ ചോറ്. ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ വാശികൾ ഉണ്ടായിരുന്ന കുട്ടിയാണ് അല്ലെ ചേച്ചി? എന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ മാറുമെന്ന് ചേച്ചി വിചാരിച്ചിരുന്നോ? അതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് ഇവർക്ക് എന്താ കുട്ടിയാവാത്തത്. പക്ഷെ എന്നോട് ചോദിക്കാറില്ല. ചോദിച്ചാൽ ഞാൻ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇവര് രണ്ടുപേരും എന്നോട് ചോദിച്ചിട്ടില്ല, സത്യല്ലേ? എന്നിട്ട് ഇവര് രഹസ്യമായിട്ട് എന്റെ അമ്മേനോട് വന്ന് അന്വേഷിക്കും, ഇതെന്താ വീര് ചേച്ചി ഇവക്ക് കൊച്ചൊന്നും വേണ്ടേ എന്ന്. ഇത് പറഞ്ഞില്ല ചേച്ചി, പറ ചേച്ചി. ഞാൻ വീച്ചേച്ചിയുടെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. എനിക്ക് നേരിട്ട് ഉള്ളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വായിലിരിക്കണ കേൾക്കണമല്ലോ. അതുകൊണ്ട് വീച്ചേച്ചിനെ